പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് ഈ മാസം 31-നാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. 2 ദിവസത്തെ സന്ദർശനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഒരു ഭാഗത്ത് ഇന്ത്യക്കുമേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുണ്ട്, മറുഭാഗത്ത് റഷ്യയിൽ നിന്നും ഈ കച്ചവടം അവസാനിപ്പിക്കില്ല, അത് തുടരുമെന്ന ഇന്ത്യ നിലപാട് നേരത്തെ വന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ ചൈന സന്ദർശനം, അതും പ്രധാനമന്ത്രിയുടേത്. എങ്ങനെ ചേർത്ത് വായിക്കണം ഇതിനെ വിനീത? പ്രജൻ, തീർച്ചയായും നിലവിലെ ഈ സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനം നിർണായകമാകുന്നത്. ഇതിനു മുൻപ് 2019-ലാണ് അദ്ദേഹം ചൈന സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴിത് അദ്ദേഹം ചൈന സന്ദർശനത്തിന് ഒരുങ്ങുകയാണ്. ഈ മാസം 30-ന് അദ്ദേഹം ജപ്പാൻ സന്ദർശിക്കും. ജപ്പാനിൽ നിന്ന് അവിടുത്തെ പരിപാടികൾ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം 31-നായിരിക്കും അദ്ദേഹം ചൈനയിലേക്ക് എത്തുക. അവിടെ 2 ദിവസത്തെ സന്ദർശന പരിപാടികളാണ് ഇതിനോടകം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കും. ഒപ്പം തന്നെ ചില നേതാക്കളുമൊക്കെയായി അവിടെ ചില കൂടിക്കാഴ്ചകളും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചൈനയിലെ ടിയാൻജിനിലായിരിക്കും അദ്ദേഹം സന്ദർശനം നടത്തുക. 2019-ന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ് ചൈനയുടേത്. നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ട്രംപിന്റേതടക്കമുള്ള ചില ഭീഷണികളും തീരുവ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളും ഒക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിഴത്തീരുവയടക്കം ചുമത്തുമെന്നുള്ള ചില ഭീഷണി ഒരു ഭാഗത്തുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തീരുമാനങ്ങളും ഒക്കെ ഈ ചൈന സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 2019-ന് ശേഷം ഇപ്പോഴാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശനത്തിനായി പോകുന്നത്. 2 ദിവസത്തെ സന്ദർശന പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.